भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. നവരാത്രി സംഗീതം 5-ാമത്തെ ദിവസമായ ഇന്ന് കൃഷ്ണഗീതിക എന്ന പുസ്തകത്തിലെ ചോറ്റാനിക്കര വാഴും ഭദ്രകാളി എന്ന് തുടങ്ങുന്ന കീർത്തനം ഇപ്പോൾ പാടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ചോറ്റാനിക്കരയിൽ വാഴും ഭദ്രകാളി തുണയ്ക്കണം, ചോരാഗ്രഗണ്യനാം കൃഷ്ണ കഥകൾ പാടാൻ. അറുക്കേണം മമ മനം തന്നിലുള്ള ദോഷങ്ങളെ, തുറക്കേണം കാരുണ്യമേ താവക കോവിൽ. അമ്മേ കാളി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ കാളി ഭഗവതി, അമ്മേ ശരണം. കറുകറയുള്ള തവ കുന്തലിനു ശോഭയായി തെരുതേരെ മിന്നിടുന്നു നക്ഷത്രജാലം. അരികത്തു അണയണേ അനുപമ ഗുണനിധേ, സരിഗമ മമ നാവിൽ നിറയ്ക്കു തായേ. അമ്മേ കാളി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ കാളി ഭഗവതി, അമ്മേ ശരണം. വലഞ്ഞു ഞാൻ സംസാരത്തിൻ ദുരിതത്താൽ ദിനം പ്രതി, വലം വച്ചു അമ്മേ നിന്റെ സന്നിധി തന്നിൽ. വലം പിരിതീർത്ഥം ഞാനും ഭക്തിയോടെ സേവിച്ചപ്പോൾ, വളർന്നു വെന്മനതാരിൽ നിഷ്കാമ ഭക്തി. അമ്മേ കാളി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ കാളി ഭഗവതി, അമ്മേ ശരണം. തള്ളിക്കളഞ്ഞിടൊല്ലേ നീ അടിയനെ ഭദ്രകാളി, ഉള്ളം തന്നിൽ നിറയണേ കൈലാസവാസിൻ. തള്ളിയെത്തും സംസാരത്തിൻ തിരകളിൽ ദേവി നീയും വള്ളമായി അണയുക എന്നെ രക്ഷിക്കാൻ.
അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. കാരുണ്യത്തിൻ മാതൃഭാവം കാണുന്നു ഞാൻ നിന്റെ കണ്ണിൽ, കാലക്കേടിനൗഷധവും അമ്മേ നീയല്ലേ. കാലുഷ്യങ്ങളൊഴിയണം, കഥനങ്ങൾ നീങ്ങിടണം, കരിമുകിൽ വർണ്ണൻ തൻ്റെ കഥ പാടേണം. അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. ആവിർഭവിച്ചല്ലോ ദേവി പണ്ടു ജനരക്ഷയ്ക്കായി ആയിരക്കണക്കിനുള്ള ആലയങ്ങളിൽ. ആധിയും വ്യാധിയും തീരാൻ അമ്മേ ദേവി തുണയ്ക്കണേ. ആനന്ദത്തിൻ സ്വരൂപമേ ശ്രീഭദ്രകാളി. അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. ലക്ഷ്യമെന്നും അമ്മേ നിന്റെ ചരണപത്മങ്ങൾ മാത്രം. രക്ഷ ചെയ്തിടണേ ദേവി കാളി മാതാവേ. അക്ഷികൾക്കു അമൃതാകും തവ ദർശനത്തിനായി കാത്തിരിക്കുമെന്നെ ദേവി കൈവേടിയൊല്ലേ. അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. ഇമ്മണ്ണിന്നു നാഥയായി വാണിടുന്ന മാതൃത്വമേ ശ്രീഹരിതൻ സോദരിയാം കാരുണ്യ സിന്ധോ. അമ്മേ നിന്റെ ദാസനാക്കി പ്രസാദിച്ചിടുക വേണം. കണ്ണുനീരു തുടയ്ക്കണേ സൗഖ്യമേകണേ. അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. അമ്മേ കാളി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ കാളി ഭഗവതി അമ്മേ ശരണം. ഭദ്രകാളി ശരണം അമ്മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ ഏകാദശോऽധ്യായ. ശ്രീഭഗവാനുവാച ബദ്ധോ മുക്ത ഇതി വ്യാഖ്യാ ഗുണതോ മേ ന വസ്തുത. ഗുണസ്യ മായാമൂലത്വാന്ന മേ മോക്ഷോ ന ബന്ധനം. ശോകമോഹൗ സുഖം ദുഃഖം ദേഹോൽപത്തിശ്ച മായയാ. സ്വപ്നോ യഥാത്മനഘ്യാതി സംസൃതിർന തു വാസ്തവി. വിദ്യാ വിദ്യേ മമ തനുവിദ്യുദ്ധവ ശരീരിണാം. മോക്ഷബന്ധകരീയാദ്യേ മായയാ മേ വിനിർമ്മിതേ. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ. ബന്ധോസ്യ വിദ്യയാനാദിർവിദ്യയാ ച തഥേതരാ. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമി തേ. വിരുദ്ധധർമ്മിണോസ്താദാ സ്ഥിതയോരേകധർമ്മിണി. സുവർണവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതോ കൃതനീഡൗ ച വൃക്ഷേ. ഏകസ്തയോ ഘാതതി പിപ്പലാന്നമന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു വിപ്പലാദ. യോ വിദ്യയാ യുക്സതു നിത്യബദ്ധോ വിദ്യാമയോ യ സതു നിത്യമുക്ത. ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ്യഥോദ്ധിത. അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥ. ഇന്ദ്രിയൈരിന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച
ഗൃഹ്യമാണേഷ്വഹം കുര്യാന്ന വിദ്വാൻ യസ്ത്വവിക്രിയ ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണ വർത്തമാനോബുധസ്തത്ര കർത്താസ്മീതി നിബധ്യത്തെ ഏവം വിരക്തശയന ആസനാടനമജ്ജനെ ദർശനസ്പർശനഘ്രാണഭോജനശ്രവണാദിഷു ന തഥാ ബധ്യത്തെ വിദ്വാംസ്തത്ര തത്രാദയൻ ഗുണാൻ പ്രകൃതിസ്ഥോപ്യസംസക്തോ യഥാഘം സവിതാനില വൈശാരദ്യേക്ഷയാ സങ്കശിതയാ ഛിന്ന സംശയാ പ്രതിബുദ്ധൈവ സ്വപ്നാനാത്വാൽ വിനിവർത്തത്തെ യസ്യോർവീതസങ്കൽപ്പാ പ്രാണേന്ദ്രിയമനോധിയാം വൃത്തയഃ സ വിനിർമുക്തോ ദേഹസ്ഥോപി തദ്ഗുണൈ യസ്യാത്മാ ഹിംസ്യത്തെ ഹിംസ്രൈ യേന കിഞ്ചിൽ യദൃച്ഛയാ അർച്യത്തെ വാ ക്വചിത് തത്ര ന വ്യതിക്രിയത്തെ ബുധാ ന സ്തുവീത ന നിന്ദേത കുർവത സാധ്വസാധുവാ വദതോ ഗുണദോഷാഭ്യാം വർജിത സമദൃഗ്മുനി ന കുര്യാൻ ന വേദേൽ കിഞ്ചിൽ ന ധ്യായേൽ സാധ്വസാധുവാ ആത്മാരാമോനയാ വൃത്യാ വിചരേജ്ജഡവന്മുനി ശബ്ദബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാൽ പരേ യതി ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷത ഗാം ദുഗ്ധദോഹാമസതിം ച ഭാര്യാം ദേഹം പരാധീനമസൽ പ്രജാം ച വിത്തം ത്വതീർത്ഥീകൃതമംഗവാചം ഹീനാം മയാ രക്ഷതി ദുഃഖദുഃഖി യസ്യാം ന മേ പാവനമംഗകർമ്മസ്ഥിത്യുദ്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരേപ്സിതജന്മവാ സ്യാൽ വന്ധ്യാം ഗിരം താം ബിഭ്രിയാന്ന ധീര ഏവം ജിജ്ഞാസയാ പോഹ്യാ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവഗേ യദ്യനീശോ ധാരയിതും മനോ ബ്രഹ്മണി നിശ്ചലം മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര ശ്രദ്ധാലുർമേ കഥാ ശൃണ്വൻ സുഭദ്രാലോകപാവനി ഗായന്നനുസ്മരൻ കർമ്മജന്മ ചാഭിനയൻ മുഹു മദർത്ഥേ ധർമ്മകാമാർത്ഥാൻ ആചരൻ മദപാശ്രയ ലഭത്തെ നിശ്ചലാം ഭക്തിം മയ്യുദ്ധവ സനാതനേ ഉദ്ധവ ഉവാച സാധുസ്തവോത്തമശ്ലോക മതഃ കീദൃഗ്വിധ പ്രഭോ ഭക്തിസ്ത്വയ്യുപയുജ്യേത കീദൃശീ സദ്ഭിരാദൃത ഏതന്മേ പുരുഷാധ്യക്ഷ ലോകാധ്യക്ഷ ജഗത്പ്രഭോ പ്രണതായാനുരക്തായ പ്രപന്നായ ച കഥ്യതാം ത്വം ബ്രഹ്മപരമം വ്യോമ പുരുഷ പ്രകൃതേ പര അവതീർണോസി ഭഗവൻ സ്വേച്ഛോപാത്തപൃഥഗ്വപു ശ്രീഭഗവാനുവാച കൃപാലുരകൃതദ്രോഹസ്ഥിതിക്ഷു സർവദേഹിനാം സത്യസാരോനവദ്യാത്മാ സമ സർവോപകാരക കാമൈരഹതധീർദാന്തോ മൃദു ശുചിരകിഞ്ചന അനീഹോ മിതഭുക്ഷാന്താ സ്ഥിരോ മച്ഛരണോ മുനി അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ജിതഷഡ്ഗുണ അമാനീ മാനദ കൽപ്പോ മൈത്ര കാരുണിക കവി ആജ്ഞായൈവം ഗുണാൻ ദോഷാൻ മയാദിഷ്ടാനപി സ്വകാൻ ധർമാൻ സന്ധ്യജ്യ സർവാൻ മാം ഭജേത സ സത്തമാ ജ്ഞാത്വാ ജ്ഞാത്വാധയേ വൈ മാം യാവാൻ യശ്ചാസ്മി യാദൃശ ഭജന്ത്യനന്യഭാവേന തേ മേ ഭക്തതമാ മതാ മല്ലിംഗമദ്ഭക്തജനദർശനസ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വഗുണകർമാനുകീർത്തനം മത്കഥാശ്രവണേ ശ്രദ്ധാമദനുധ്യാനമുദ്ധവ സർവലാഭോപഹരണം ദാസ്യേനാത്മനിവേദനം മജ്ജന്മകർമ്മകഥനം മമ പർവാനുമോദനം ഗീതതാണ്ഡവവാദിത്രഗോഷ്ഠീഭിർമദ്ഗൃഹോത്സവ യാത്രാബലിവിധാനം ച സർവവാർഷികപർവസു വൈദികീ താന്ത്രികീ ദീക്ഷ മദീയവ്രതധാരണം
മമർച്ചാസ്ഥാപനേ ശ്രദ്ധാ സ്വതഃ സംഹത്യ ചോദ്യമ ഉദ്യാനോപവനാക്രീഡപുരമന്ദിരകർമ്മണി സമ്മാർജനയോപലേപാഭ്യാം സേകമണ്ഡലവർത്തനൈ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവല്യതമായയാ അമാനിത്വമദംഭിത്വം കൃതസ്യാപരികീർത്തനം അപി ദീപാവലോകം മേ നോപയുഞ്ജാൻ നിവേദിതം യദിഷ്ടതമം ലോകേ യച്ചാദിപ്രിയമാത്മനാ തത്തന്നിവേദയേന്മഹ്യം തദാനന്ദ്യായ കൽപ്പത്തെ സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവഘം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്രപൂജാപദാനി മേ സൂര്യേ തു വിദ്യയാത്രയ്യാഹ വിഷാഗ്നൗ യജേതമാം ആതിഥ്യേന തു വിപ്രാഗ്രേ ഗോഷ്വംഗായവസാദിന വൈഷ്ണവേ ബന്ധുസൽകൃത്യ ഹൃദി ഖേധ്യാനനിഷ്ഠയാ വായോ മുഖ്യധിയാ തോയേ ദ്രവ്യൈസ്തോയ പുരസ്കൃതൈ സ്ഥണ്ഡിലേ മന്ത്രഹൃദയൈ ഭോഗൈരാത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമാം ധിഷ്ണേഷ്വേഷ്വിതി മദ്രൂപം ശംഖചക്രഗദാംബുജൈ യുക്തം ചതുർഭുജം ശാന്തം ധ്യായന്നർച്ചേൽ സമാഹിത ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിത ലഭതേ മയി സദ്ഭക്തിം മത്സ്മൃതി സാധു സേവയാ പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ നോപായോ വിദ്യതേ സദ്ധ്യം പ്രായണം ഹി സതാമഹം അഥൈതൽപരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന സുഗോപ്യമവിവക്ഷ്യാമി ത്വം മേ ഭൃത്യ സുഹൃത്സഖാ ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ സദ്ഭക്തിപ്രാപ്ത്യുപായസ്യ വർണ്ണനം നാമ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീമദ് ഭാഗവതം അറിയാനറിയാൻ എന്ന ഈ അക്ഷരപൂജ അനസ്യൂതമായി ഒരു തരത്തിലുള്ള വിഘ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ നവരാത്രി ദിനത്തിൻ്റെ ധന്യധന്യമായ ദിവസങ്ങളിൽ പാലക്കടുത്ത് അന്തീനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ മാഹാത്മ്യ പാരായണത്തോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തിയും സാമവേദ പണ്ഡിതനും ആയുർവേദ ഭിഷഗ്വരനുമായ എനിക്ക് ജ്യേഷ്ഠതുല്യനായ ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ യജ്ഞദീപം പ്രകാശിപ്പിച്ചത്. അങ്ങനെ തോട്ടം ശിവകരേട്ടനോടും അതോടൊപ്പം തന്നെ യജ്ഞത്തിൽ ആചാര്യനായി എന്നോടൊപ്പമുള്ള കലിയത്ത് പരമേശ്വരേട്ടനോടും കൂടി ഞങ്ങൾ 3 പേരുടെ മേശാന്തി ത്രയം എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു സംഗമത്തിന് ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചു തന്ന ഒരു സാഫല്യത്തിന് കൂടി ഇത് വേദിയായി എന്ന് എല്ലാവരെയും സന്തോഷപൂർവ്വം ആദ്യം അറിയിക്കട്ടെ. ഇവിടെ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായമാണ് ആദ്യം പാരായണം ചെയ്തത്. അതിനുശേഷം നവരാത്രി സംഗീതം 5ാമത്തെ ദിവസമായി ഇന്ന് അമ്മയുടെ അപദാനങ്ങളെ ചോറ്റാനിക്കര വാഴും ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി എന്നുള്ള രീതിയിൽ കൃഷ്ണഗീതികയിലെ ഒരു കീർത്തനം പാടി സമർപ്പിച്ചു. 11ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വാക്കുകളായിട്ടാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ 10ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഉദ്ധവൻ്റെ ചോദ്യം ആണ്, ആരാണ് നിത്യബദ്ധൻ
ആരാണ് നിത്യമുക്തൻ എന്നുള്ള ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഭഗവാൻ 11-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേ ന വസ്തുത ഗുണസ്യ മായാമൂലത്വാൻ ന മേ മോക്ഷോ ന ബന്ധനം. ഇവിടെ ബദ്ധനായിരിക്കുന്ന ആൾ, ബന്ധിക്കപ്പെട്ടവൻ, ഇതി എന്ന വ്യാഖ്യ വ്യവഹാരം മേ എൻ്റെ ഗുണതഃ ഗുണം നിമിത്തമാണ്, ന വസ്തുതഃ വാസ്തവത്തിൽ ഇല്ല. ഗുണസ്യ മായാമൂലത്വാൽ ഗുണത്തിന് മായ കാരണമായതുകൊണ്ട് മേ എനിക്ക് ന ബന്ധനം ബന്ധനമില്ല, മോക്ഷ ന മോക്ഷവും എനിക്കില്ല. ബന്ധമോക്ഷങ്ങൾ ഒരേ സമയത്ത് ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആത്മാവിന് ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥത്തിൽ ഇല്ല. എൻ്റെ അധീനതയിലിരിക്കുന്ന സത്വാദി ഗുണങ്ങളാകുന്ന ഉപാധികളുടെ സംബന്ധം കൊണ്ടാണ് ബന്ധവും മുക്തിയും ജീവന് ഉണ്ടെന്ന് തോന്നുന്നത്. പരമാർത്ഥത്തിൽ രണ്ടും ഇത് ഇല്ല എന്ന് തന്നെയാണ്. ഇതിന് ഒരു ഉപമ ആളുകൾ പറയാറുള്ളത്, ഒരു കലത്തിൽ അരിയിട്ട് അടിയിൽ തീ കത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? പാത്രവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അരിയിൽ അഗ്നിയുടെ ഉഷ്ണം വ്യാപിക്കണു, അത് വെന്തപാകമാവുന്നു. അതുപോലെ ഉപാധി സംബന്ധം കൊണ്ടാണ് ബന്ധമോക്ഷങ്ങൾ എങ്കിലും എന്തുകൊണ്ട് അത് സത്യമായി വരില്ല എന്നും വിചാരിക്കേണ്ടതാണ്. കാരണം ഗുണങ്ങളും വാസ്തവത്തിലുള്ളതല്ല, മായ കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നതേ ഉള്ളൂ. അപ്പോൾ ബന്ധം വാസ്തവമല്ല, അപ്പോൾ മോക്ഷവും വാസ്തവമല്ല, രണ്ടും കൽപ്പിതം. ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നത് അതാണ്. അതിന് വിരോധമായിട്ട് ഭഗവാൻ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഗുണസംയോഗം കൊണ്ട് ജീവന് ബന്ധം, ഗുണവിയോഗം കൊണ്ട് മോക്ഷം. ഇത് രണ്ടും ഗുണനിയന്താവായിരിക്കുന്ന ഭഗവാന് ബാധകമല്ല. ഭഗവാന്റെ ശക്തി ഭഗവാനെ തന്നെ ബാധിക്കില്ല, അല്ലേ? അപ്പൊ ജീവന്റെ ബന്ധമുക്തികളെക്കുറിച്ച് ശാസ്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവ ഭഗവാൻ പറയുന്നു, ശോകമോഹവും സുഖം ദുഃഖം ദേഹോൽപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർന്നതു വാസ്തവി. ശോകമോഹവും ദുഃഖവും ഭ്രമവും സുഖം ദുഃഖം സൗഖ്യവും കഷ്ടവും ദേഹോൽപത്തി ശരീരം ഉണ്ടാകുന്നത് ഒക്കെ മായയാ. മായ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സ്വപ്നം ആത്മനാഖ്യാതി ബുദ്ധിയുടെ വിവർത്തനം ഏത് തരത്തിലാണോ യഥാ തഥാ അതുപ്രകാരം സംസൃതി നതു വാസ്തവി സംസാരം പരമാർത്ഥമല്ല. ഇവിടെ ബന്ധവും മുക്തവും ഒരാൾക്ക് എങ്ങനെ ആവാം എന്നതിന് ദൃഷ്ടാന്തം പറയുകയാണ്. ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ബുദ്ധിയിലുണ്ട്. അതത് വിഷയങ്ങളുടെ ആകൃതി പരിണാമം ബുദ്ധിക്ക് കിട്ടുമ്പോൾ ആ സ്വപ്നം കാണപ്പെടുന്നു. ബുദ്ധിയിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു പദാർത്ഥങ്ങളും സ്വപ്നത്തിൽ ഉണ്ടായിട്ടില്ല, ബുദ്ധിയിലുണ്ടായതാണത്. ഇതേപോലെ ശോകം മോഹം ദുഃഖം ദേഹപ്രാപ്തി ഇതൊക്കെ മായ കൊണ്ട് സംഭവിക്കേണ്ടതാണ്. മായാഗുണങ്ങളുടെ പരിണാമമോ അവിടെ അന്ധക്കരണം ശോകമോഹാദികൾ അന്ധക്കരണധർമ്മങ്ങൾ ജീവാത്മാവ് അന്ധക്കരണാഭിമാനമായിട്ട് അതിൻ്റെ ധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളായിട്ട് കാണുന്നു. അപ്പോൾ ഈ തെറ്റായ ധാരണയാണ് മോഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അധ്യാസം എന്നൊക്കെ പറയും. ഈ മോഹം കൊണ്ട് ജീവന് സമയത്ത് ബന്ധനം, അധ്യാസം ഉള്ളപ്പോൾ ബന്ധനം, അധ്യാസന നാശത്തിൽ അല്ലെങ്കിൽ അധ്യാസനാശത്തിൽ മുക്തി. നിദ്രയുടെ സമയത്ത് സ്വപ്നകാലത്തൊക്കെ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഉണർന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതെയാവും. രണ്ടും തോന്നലാണെന്നാണ്, വാസ്തവമല്ല എന്ന് നമുക്ക് അനുഭവമാണ്. അപ്പം ഇതേപോലെ ജീവന് ബന്ധവും മുക്തിയും ആവാമെന്നുള്ളതിൽ അയുക്തിയില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. വിദ്യാവിദ്യേ മമ തനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായയാ മേ വിനിർമ്മിതേ. മേ മായയാ എൻ്റെ മായ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതും ആദ്യേ ആദ്യകളും ശരീരിണാം ശരീരികൾക്ക് മോക്ഷബന്ധകരി മോക്ഷബന്ധങ്ങളെ ഉണ്ടാക്കുന്നവയുമായ വിദ്യാവിദ്യേ വിദ്യയും അവിദ്യയും മമ തനു എൻ്റെ രണ്ട് തരത്തിലുള്ള ശക്തികളാണ് എന്ന് ഉദ്ധവ വിദ്ധി അറിഞ്ഞാലും എന്നാണ്. ബന്ധത്തിന് കാരണം അവിദ്യ, മോക്ഷത്തിന് കാരണം വിദ്യ. ഇത് രണ്ടും ഭഗവാന്റെ ശക്തിയായ മായയുടെ രണ്ട് രൂപങ്ങളാണ്. അപ്പോൾ ആദ്യങ്ങളായി ശക്തികൾ ദേഹികൾക്ക് ശരീരികൾക്ക് ബന്ധമോക്ഷങ്ങളെ ഉണ്ടാക്കുന്നു. മായ അനാദിയാണ്.
അപ്പോൾ മായാകാര്യങ്ങളായ ബന്ധമോക്ഷങ്ങൾ അനാദികളും നിത്യങ്ങളുമായിരിക്കും എന്ന് വിചാരിക്കരുത്. നിത്യത്വം ആർക്കേ ഉള്ളൂ? മായയ്ക്കല്ല, ഭഗവാനാണ് ഉള്ളത്. വിദ്യയും അവിദ്യയും അനിത്യമാണ്. അവിദ്യയുടെ പ്രവൃത്തിയുള്ളപ്പോൾ ബന്ധം, വിദ്യയുടെ പ്രവൃത്തിയുള്ളപ്പോൾ മോക്ഷം. അപ്പൊ നിത്യത്വം ഇല്ല. ബന്ധകോ ഭവപാശേന ഭവപാശാച്ച മോചക കൈവല്യത പരം ബ്രഹ്മ വിഷ്ണുരേവ സനാതന. അവിദ്യാസ്വരൂപമായ സംസാരക്കയർ കൊണ്ട് കെട്ടിയിട്ടാൽ ബന്ധം, വിദ്യാരൂപമായ മറ്റൊരു ശക്തി കൊണ്ട് അതിനെ വേർപെടുത്താൻ സാധിച്ചാൽ മോക്ഷം. അങ്ങനെ കൈവല്യം നൽകുന്ന ആ വിഷ്ണു തന്നെയാണ് നിത്യമായിട്ടുള്ളവൻ. വിദ്യാവിദ്യകൾക്ക് നിത്യത്വമില്ല, അത് ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോസ്യാ വിദ്യയാനാദിർ വിദ്യയാ ച തഥേതര. മഹാമതേ, ബുദ്ധിമാനായിരിക്കുന്ന അല്ലയോ ഉദ്ധവ, മമ അംശസ്യ, എൻ്റെ അംശമായും, ഏകസ്യ, ഒന്നായും ഇരിക്കുന്ന അസ്യ ജീവസ്യ ഏവ, ഈ ജീവന് തന്നെ, അവിദ്യയ അനാദി ബന്ധ, അജ്ഞാനം കൊണ്ട് അനാദിയായ ബന്ധവും, വിദ്യയ അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട്, തഥാ അതിന് അപ്രകാരം, ഇതരഹ അതിൻ്റെ വിപരീതം എന്താ? മോക്ഷം, അതും ഉണ്ടാവുന്നു. ഇപ്പം ജീവന്മാർക്ക് ബന്ധമോക്ഷങ്ങൾ മായാകൽപ്പിതമാണ്. ജീവന്മാർ ഇവിടെ ആ ഭഗവാൻ പറയുകയാണ്, അല്ലയോ മഹാമതേ, ആത്മാവിന് നാനാത്വമില്ല, ഉപാധികൾ അനേകമുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മബുദ്ധിയാൽ ഓർമ്മ വെച്ചാൽ ജീവൻ എൻ്റെ തന്നെ ഏകാംശമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഭഗവാൻ പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. അപ്പോൾ ഭേദമില്ലാത്ത പക്ഷം ഈശ്വരനും ബന്ധമോക്ഷങ്ങളും ഉണ്ടാവുമോ എന്നാണെങ്കിൽ ബന്ധം ജീവന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഉണ്ടാവുന്നതാണ്? അജ്ഞാനം കൊണ്ടാണ് ഈ ബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ വിദ്യയാൽ സിദ്ധിക്കുന്ന മോക്ഷവും അനാദിയാണ്, ബന്ധവും അനാദിയാണ്. എൻ്റെ അംശമാണ് ജീവൻ എന്ന് പറഞ്ഞതിനാൽ അംശവും അംശിയും വേറെയാണെന്ന് ഉറപ്പാവും അല്ലേ? എൻ്റെ അംശമാണെന്ന് പറഞ്ഞാൽ ഞാനല്ല. രണ്ട് വസ്തുക്കളായില്ലേ എന്ന് വിചാരിക്കേണ്ട. എന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു ഭാഗത്തെയല്ല അംശമെന്ന് പറഞ്ഞത്, അന്ധക്കരണത്തിൽ പ്രതിഫലിച്ച എൻ്റെ പ്രതിബിംബത്തെയാണ് അംശമെന്ന് പറഞ്ഞത്. ഏതുപോലെ ചന്ദ്രനോ സൂര്യനോ ആകാശവീഥിയിൽ നിറഞ്ഞു നിൽക്കണു, അതിൻ്റെ പ്രതിഫലനം ജലപാത്രങ്ങളിൽ കാണുന്നു. ജലമിളകുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇളകിയതായിട്ട് നമുക്ക് തോന്നുന്നു. സത്യത്തിൽ എന്താണ് ഇളകിയത്? ജലമാണ് ഇളകിയത്. ഈ ഒരു അറിവുണ്ടാവലാണ് പരമപ്രധാനം. അപ്പോൾ ബന്ധമോക്ഷങ്ങൾ ജീവനാണ്, ഈശ്വരനില്ല. ചന്ദ്രൻ അനങ്ങിയിട്ടല്ല, ഇവിടെ വെള്ളം അനങ്ങിയതുകൊണ്ടാണ് ചന്ദ്രൻ അനങ്ങുന്നത് പോലെ തോന്നിയത്. അപ്പോൾ ഒരു ജലപാത്രം നശിച്ചാൽ ആ ഉപാധിനാശം കൊണ്ട് സാക്ഷാൽ ബിംബത്തിനോ മറ്റു പാത്രങ്ങളിലെ പ്രതിബിംബങ്ങൾക്കോ ഒന്നും ഒരു ദോഷം ഉണ്ടാവില്ല. ആകാശത്ത് ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം അതിൻ്റെ പ്രതിബിംബം താഴെയുള്ള ജലപാത്രങ്ങളിൽ കാണും. ഒരു ജലത്തിലെ പാത്രം വറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്രനൊരു ദോഷം സംഭവിക്കില്ല. ചന്ദ്രൻ്റെ ആ ബിംബത്തെ പ്രതിബിംബിക്കുന്ന മറ്റ് തരത്തിലുള്ള ജലപാത്രങ്ങൾക്കും ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് പറയുന്ന 4ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ഈ ബദ്ധൻ്റെയും മുക്തൻ്റെയും പ്രത്യേകമായിട്ടുള്ള ലക്ഷണഭേദത്തെയാണ് ഭഗവാൻ വർണ്ണിക്കുന്നത്. 5ാമത്തെ ശ്ലോകം മുതൽ നാളെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി.
പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.